പാലക്കാട് നിന്ന് ചേരുന്നു. സിന്ധു, ഈ പുരുഷന്മാർ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയാൽ എങ്ങനെയാണത് ഈ നാട്ടിൽ? തീർച്ചയായിട്ടും നാട്ടിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ സംവരണം വേണം തന്നെയാണ് അഭിപ്രായം. അത് ഈ കുട്ടിയുടെ വൈറലായ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വൈറലായ ആ ചിത്രം വളരെ വളരെ മൈന്യൂട്ടായി വൃത്തിയായി ഒരു 100 തവണ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു പുരുഷൻ സ്പർശിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഭാവമാറ്റം ഷിംസുവയ്ക്ക് എന്തെങ്കിലും തരത്തിലുണ്ടായോ? ആ കുട്ടി അതൊരു സുഖം അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിനെ ഇത്രയും നിങ്ങളുടെ ന്യൂസ് കിട്ടിയ 3:51 കിട്ടിയെന്ന് പറഞ്ഞ ന്യൂസ് മുതലോട്ട് ഞാൻ കണ്ടു നിൽക്കുന്ന ഒരാളാണ്. ആ വ്യക്തിനെ ഈ കറുത്ത ഫർദിയിട്ട്, അവള് കാശ്മീരില് വൈറലായ ബർമുടിയും ബനിയനും ഇട്ടിട്ട് പോകുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. എന്തിനാ കുട്ടിയുടെ മുഖം മറയ്ക്കണം? അവള് വളരെ വൈറലായ ഒരു വ്യക്തിയല്ലേ, എല്ലാവർക്കും കാണട്ടെ. അവളുടെ മുഖം എന്തിനാ ഒരു പോലീസ് അകമ്പടിയോടുകൂടി കൊണ്ടുപോകുന്നത്? സ്വകാര്യ വാഹനത്തിൽ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു? അതുപോലെ ഇപ്പൊ തന്നെ രാഹുൽ, അതുപോലെ നമ്മുടെ സ്വർണ്ണക്കള്ള കേസിലെ SIT-കാർ എല്ലാവരും വളരെ വ്യക്തമായി മുഖത്തോടുകൂടി കൊണ്ടുപോകുമ്പോൾ ഷിംസിക്ക് എന്താണ് ഇത്ര വലിയ പരിഗണന, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സ്ത്രീകളും ഇതേ അഭിപ്രായം പറയുന്നവരായിരിക്കും. അവൾക്ക് വേണ്ടി ഇതേപോലെ ഒരു ശ്രീദേവി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ട്. ശ്രീദേവി ഒരു പക്ഷെ അവളുടെ ഭാഗത്ത് നിൽക്കുകയായിരിക്കും. ഒരു 10,000 ജനങ്ങൾ എടുക്കുമ്പോൾ 999 എണ്ണം അത് ദിലീപിന് വേണ്ടിയിട്ടായിരിക്കും. ദിലീപിന്റെ അച്ഛനും അമ്മേന്റെ കരച്ചിലൊന്നും നിങ്ങൾ കേൾക്കുന്നുണ്ട്? ഈ സ്ത്രീകളും ഷിംസതിക്കൊന്ന് കാണിച്ചു കൊടുക്കൂ, അച്ഛനും അമ്മയുടെ കരച്ചിലൊന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ആ കുട്ടി എന്റെ പൊന്നു മോനെ, എന്റെ മുത്തേ, നീ ഇല്ലാതെ ഞാൻ ജീവിക്കണോ? ആ പ്രായമായ അച്ഛനമ്മയുടെ കുടുംബത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണോ ഈ ഷിംസിത? ഇവളാണോ ഒരു ഇതായിരുന്നു, കൗൺസിലർ ആയിരുന്നു പറഞ്ഞു. ഈ കൗൺസിലറിനെ ആരാണ് പോയി കാണുന്നത്? ഇവരെങ്ങനെയാണ് നാട്ടിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ഈ കുട്ടിക്ക് ഉണ്ടോ? വ്ളോഗർമാർക്ക് കിട്ടിക്കട്ടെ, പല വ്ളോഗർമാരുണ്ട്, നല്ലതുണ്ട്, പൊട്ടയുണ്ട്, ചീത്തയുണ്ട്, അതൊക്കെ അവനവന്റെ പേഴ്സണൽ ആവശ്യമാണ്. പക്ഷെ ഈ കുട്ടി ചെയ്തത് വളരെ മോശമാണ്. ഇപ്പോൾ പോലീസിന്റെ നടപടി വളരെ മോശമായ രീതിയിലാണ്. ഇതിൽ ഷിംഷിത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഈ ഫർദിയിൽ അവളുടെ മുഖം കാണാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? മറ്റുള്ള പോലീസുകാരൻ ഫോൺ ചെയ്തിരിക്കുന്നു. പോലീസ് SP ആണോ AS കാരിയാണോ എന്നറിയില്ല. യൂണിഫോം ഇല്ലാതെ മഫ്തിയിലാണ് ഇരിക്കുന്നത്. ഷിംഷിത് തന്നെയാണെന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ടോ? വ്യക്തമാണ്. അതാണ് അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കൂ. ഇത് ഷിംഷിത് തന്നെയാണെന്ന്. VIP കാറിൽ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാ? പോലീസ് വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ കാശില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? മറ്റു ജനങ്ങൾക്ക് അറിയില്ലേ? എന്തുകൊണ്ട്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അത് കൃത്യമാണ്. അത് ഒരു കൃത്യമായ ഒരു ചോദ്യമാണ്. അത് പോലീസും അതിന് നാളെ ഉത്തരം പറയേണ്ടി വരും. സുധ എന്നോടൊപ്പം ചേരുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീമതി സുധ, കേൾക്കാമോ? കേൾക്കാം സാറേ. കേൾക്കാം. ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വേണ്ടത്ര രീതിയിലേക്ക് വലിയ പീഡനങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. പക്ഷേ ഇത് വ്യാപകമാണ്. ഒരു കമ്മീഷൻ വേണ്ട തരത്തിലേക്ക് അത്രയും ദുരനുഭവങ്ങൾ പുരുഷന്മാർക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അത് നല്ലതായിട്ട് വേണം, പുരുഷ കമ്മീഷൻ വേണം. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് സംബന്ധിച്ച് ഞാൻ പറയാണ്, ആണിനും പെണ്ണിനും ജന്മം കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഈ ആൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഒരമ്മ ഹൃദയം തളരുക, പെൺകുട്ടികൾക്കുണ്ടാകുമ്പോഴും തളരുക. പെൺകുട്ടികള് ആൺകുട്ടികളുമായിട്ട് ഒപ്പം തെറ്റ് ചെയ്താലും പെൺപിള്ളേരെ ചിലപ്പം അതിജീവിതയെന്ന് മുദ്ര കുത്തി അവരെ അതിജീവിത എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്നാന്ന് പറഞ്ഞാലേ ഇന്നത്തെ കാലത്ത് ഒരു മകനോ ഒരു മകളോ ഒക്കെ ഒരു മാതാപിതാക്കൾ കാണത്തുള്ളൂ. ഇതുങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ? അവരുടെ ജീവിതം തീർന്നില്ലേ? ഈ അതിജീവിതം എന്നൊക്കെ പറയുന്ന ഈ നടിമാര് അതിജീവിതം എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. അല്ലാതെ ഓരോ ആൺപിള്ളേരുമായിട്ട് അവരുടെ ഇഷ്ടത്തിന് ഓരോ പെൺപിള്ളേർ പോയേച്ച് അവരെ അതിജീവിതയാക്കി ചിത്രീകരിക്കുന്നതല്ലേ നമ്മുടെ സമൂഹവും പോലീസും കോടതിയൊക്കെ. അതുകൊണ്ടല്ലേ ഇവളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അവര് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവളെ വിടാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഞങ്ങളെ കൊല്ലും. ഞങ്ങളുടെ മകൻ പോകുന്ന കണക്ക് തന്നെ ഞങ്ങൾക്കൊരു മകള് പോകുന്ന കണക്ക് തന്നെ ഞങ്ങൾക്ക് മകനും. അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. ഞങ്ങൾക്ക് ഇവരുമായിട്ടൊന്നും ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണല്ലോ, പക്ഷെ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തതിലപ്പുറമാണ് സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്ക് വീണ്ടും അനീഷിലേക്ക് പോകേണ്ട. അവിടെ നമുക്ക് കുറച്ചുകൂടെ പ്രതികരണങ്ങളും ആളുകളുടെ റിയാക്ഷൻസും ഒക്കെ അനീഷ് എടുക്കും. ഒപ്പം അനീഷ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ എനിക്ക് നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.